പാറ്റ്നയിൽ നടന്ന സമ്മേളനത്തിൽ അതിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും എല്ലാവരും പങ്കെടുത്തു. ഈ രാജ്യങ്ങളിൽ 20 രാജ്യങ്ങളിലെ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, അതുകൂടാണ്ട് സൗഹൃദ രാജ്യങ്ങളിലായിട്ട് 9 രാജ്യങ്ങളും പങ്കെടുത്തു. അവിടുത്തെയും ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, അതുപോലെ തന്നെ അവിടുത്തെയൊക്കെ അക്കാഡമിക് ലെവലിൽ തൊഴിൽ മേഖല കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, പിന്നെ തൊഴിൽ മേഖലയെ സംബന്ധിച്ചുള്ള വിദഗ്ധന്മാർ, അതുപോലെ തന്നെ തൊഴിലുടമകളുടെ പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ, ഇങ്ങനെ പലരും അതിൽ പങ്കെടുത്തു. അതുകൂടാതെ ചില ഉപവിഭാഗങ്ങളായിട്ടുള്ള വെർട്ടിക്കൽസ് എന്ന് പറയുന്ന വിഭാഗങ്ങളായിട്ടുള്ള B20, വിമൻ 20, അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ ഒരു 6-7 വിഭാഗങ്ങൾ, യൂത്ത് 20, അവരൊക്കെ അതിൽ പങ്കെടുക്കേണ്ടായി. അതിൽ കൂടുതലും ചർച്ചയ്ക്ക് വന്നത് അമൃത്സർ ബൈഠക്കിൽ, അമൃത്സറിൻ്റെ സമ്മേളനത്തിൽ ഒരു 5 ടാസ്ക് ഫോഴ്സസ് നമ്മൾ നിശ്ചയിച്ചിരുന്നു. 5 വിഷയങ്ങളെ സംബന്ധിച്ച ആഗോളതലത്തിൽ തൊഴിലാളികൾ നേരിടുന്ന, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള തൊഴിലാളികൾ നീറുന്ന പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട 5 വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് 5 ടാസ്ക് ഫോഴ്സുകൾ നമ്മൾ നിശ്ചയിച്ചു. ആ 5 ടാസ്ക് ഫോഴ്സുകളുടെ റിപ്പോർട്ടുകളും വളരെ ആഴത്തിൽ തന്നെ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ആ 5 ടാസ്ക് ഫോഴ്സുകളെന്ന് പറഞ്ഞാൽ, ഒന്ന് സാർവത്രികമായിട്ടുള്ള സാമാജിക സുരക്ഷ. വളരെയധികം പ്രവാസി ഭാരതീയർ പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 1,40,00,000 പ്രവാസികളാണ് ഭാരതീയർ മറ്റു പല രാജ്യങ്ങളും പ്രവർത്തിക്കുന്നതെന്നാണ് കണക്ക്. അപ്പോൾ ഇവരുടെയൊക്കെ വലിയൊരു വിഷയം, അവർക്കൊക്കെ സാമാജിക സുരക്ഷ പല രാജ്യങ്ങളിൽ പല രീതിയിലാണ്. അപ്പോൾ പൊതുവായിട്ടുള്ളൊരു സാമാജിക സുരക്ഷ ഈ 20 രാജ്യങ്ങളിലും പൊതുവായിട്ടുള്ള രീതിയിൽ വേണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. രണ്ടാമതായിട്ട്, അവർ ജീവിതകാലം മുഴുവൻ ഒരു വിദേശ രാജ്യത്ത് പ്രവർത്തിച്ച് അവർ സമ്പാദിക്കുന്നു, വലിയൊരു അക്കൗണ്ടിൽ വലിയൊരു സംഖ്യ വന്നാൽ ആ രാജ്യത്ത് നിന്നും അത് ഭാരതത്തിലേക്ക് കൈമാറ്റം ചെയ്യാൻ തടസ്സങ്ങളുണ്ടെന്ന്, നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. അത് അവിടെ തന്നെ ചിലവഴിക്കണം എന്നാണ്. അപ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ അവസാന സമയത്ത് അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഈ പൈസ അവർക്ക് നാട്ടിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്തൊരു സ്ഥിതി വരും. അപ്പോൾ പോർട്ടബിലിറ്റി എന്നുള്ള സംഗതിയിൽ വരുന്ന ഈ വിഷയം, ഇത് നമ്മളവിടെ ടാസ്ക് ഫോഴ്സായിട്ട് ഒരു വിഷയമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും അത് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൽ പല കാര്യങ്ങളും അതിൽ വരികയും അതിലും വളരെ നല്ല ചില തീരുമാനങ്ങൾ അവിടെ എടുക്കുകയും ചെയ്തു. അതിൽ നമ്മുടെ ആ കാര്യത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിനെ സംബന്ധിച്ച് BMSൻ്റെ ചർച്ച, ആ പോർട്ടബിലിറ്റി വിഷയം പിന്നീട് G20 ഉച്ചകോടി നടന്ന സമയത്ത് രാഷ്ട്രത്തലവന്മാരുടെ സംയുക്ത പ്രസ്താവനയിലും ഈ വിഷയം അതിൽ കയറുകയുണ്ടായി. അതാണ് അതിൻ്റെ ഒരു ഗുണം. മൂന്നാമത്തെ വിഷയം, മാറുന്ന തൊഴിൽ രീതികളിൽ സ്ത്രീകളുടെ പങ്ക് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളൊരു ലോകത്തൊരു ക്രൈസിസ് വന്നാൽ ഏറ്റവും ആദ്യം അത് ബാധിക്കുന്ന സ്ത്രീകളെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അവരുടെ കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. നാലാമത്തെ വിഷയം, ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറുന്ന ലോകത്ത് തൊഴിലാളികളുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ സംബന്ധിച്ചുള്ളൊരു പഠനം. അഞ്ചാമതായിട്ട് നൈപുണ്യ വികസനം എന്നുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്, അതും ഒരു വിഷയമായിട്ട് നമ്മളെടുത്തു. അങ്ങനെ 5 വിഷയങ്ങളാണ് ഈ പാറ്റ്ന സമ്മേളനത്തിൽ നമ്മൾ വളരെ ആഴത്തിൽ 3 ദിവസം ചർച്ച ചെയ്തത്.